മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ വീണ്ടും നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളെല്ലാം തിരക്ക് പിടിച്ച ജോലിയിലാണ്. ഈ തിരക്കിനിടയിൽ 3 മിനിറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ഇതാ നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ, സമൂഹങ്ങൾ, വിവിധങ്ങളെ വിദേശത്തും സ്വദേശത്തുള്ളവരൊക്കെ ഈ 3 മിനിറ്റിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം മനോഹരമായിരിക്കുന്ന ഒരു വചനമാണ്. എല്ലാ വചനങ്ങളും മനോഹരമാണ്. ഇന്നത്തെ വചനം വളരെ ഷോർട്ടാണ്, എന്നാൽ വളരെ ഹൃദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളി കളയുകയില്ല. നീ ഒരു പക്ഷെ സമ്പന്നനായിരിക്കുക, ദരിദ്രനെയും ദൈവം തള്ളിക്കളയുകയില്ല. ഒരുപക്ഷെ നീ പരിശുദ്ധനായിരിക്കുക, അവരൻ പാപിയായിരിക്കുക, തള്ളിക്കളയുകയില്ല. ഒരുപക്ഷെ നമുക്ക് സൗന്ദര്യമുണ്ടായിരിക്കാം, വിരൂപിനെയും കർത്താവ് തള്ളിക്കളയുകയില്ല. ഒരുപക്ഷെ നിനക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ജോലി ഇല്ലാത്തവരെ അവരെയും ദൈവം തള്ളിക്കളയില്ല. നീ വിദ്യാസമ്പന്നനായിരിക്കാം, അവരെയും പാമരനെയും ദൈവം തള്ളിക്കളയുകയില്ല. നിനക്ക് വലിയ കുടുംബ മഹിമയുണ്ടായിരിക്കാം, അവരന് അങ്ങനെ ഒരു മഹിമ എന്ന് പറയാനില്ല. ദൈവമായ കർത്താവ് പറയാണ്, ആര് എൻ്റെ അടുക്കിലേക്ക് വന്നാലും അവനെ ഞാൻ തള്ളിക്കളയുകയില്ല. ദാരിദ്ര്യത്തെ പ്രതിയോ രോഗത്തെ പ്രതിയോ വൈകല്യത്തെ പ്രതിയോ ആരെയും ദൈവം തള്ളിക്കളയില്ല. പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുമോനെ, പഠിക്കാനായിട്ട് വിഷമിക്കുന്ന കൊച്ചുമക്കളെ, കർത്താവ് നിന്നെ തള്ളിക്കളയില്ല. പഠിക്കാൻ ആവശ്യമായിരിക്കുന്ന ബുദ്ധിശക്തിയും ഓർമ്മശക്തി നൽകാൻ കർത്താവ് ഇതാ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ചോദിക്കുക, ചോദിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും തരും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.